നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. എന്താണ് സംഭവം എന്ന് വേഗത്തിൽ തന്നെ പറഞ്ഞുതരാം. നമ്മൾ പാരാമൗണ്ടിൻ്റെ ഒരുപാട് ചെസ് സെറ്റുകൾ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ പേർ വാങ്ങാൻ താല്പര്യം കാണിച്ചതും ഈ ഒരു ചെസ് സെറ്റാണ്, നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ എഡിഷൻ ചെസ് സെറ്റ്. എന്നാൽ പലർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും വാങ്ങാൻ പറ്റാത്തതിന് കാരണം ഇതിൻ്റെ വിലയാണ്. ഏകദേശം 7000 രൂപയാണ് ഈ ചെസ് സെറ്റിൻ്റെ വില. രണ്ട് സൈഡിലും എക്സ്ട്രാ കിവിനുകളും വരുന്നുണ്ട്. ഈ ചെസ് സെറ്റ് ഇന്ത്യൻ റോസ് വുഡും മാപ്പിൾ വുഡും ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ബോർഡിനും കരുക്കൾക്കും നല്ല വലുപ്പമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും വില കൂടുതൽ. എന്നാൽ ഇപ്പോൾ പാരാമൗണ്ട് തന്നെ ഇതേ സൈസുള്ള സെയിം ചെസ് പീസുകൾ പ്ലാസ്റ്റിക്കിലും ചെയ്യുന്നുണ്ട്. ഈ സെറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് വില വളരെ കുറവാണ്. ഈ രണ്ട് ചെസ് സെറ്റുകളും തമ്മിൽ എന്തൊക്കെ സാമ്യതകളുണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ പീസുകളായിട്ട് താരതമ്യം ചെയ്ത് നോക്കാം. ആദ്യം കിങ് നോക്കാം. രണ്ട് രാജാക്കന്മാരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടുപേർക്കും ഏകദേശം ഒരേ സൈസ് തന്നെയാണ്, ഒരേ സൈസും ഒരേ ഷേപ്പും തന്നെയാണ്. വെയ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മുടെ വുഡൻ പീസിന് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട്. എന്നാലും പ്ലാസ്റ്റിക്കും അധികം വെയിറ്റ് കുറവൊന്നുമില്ല. അടുത്തത് ക്വീനുകൾ നോക്കാം. ക്വീനുകളും ഏകദേശം സെയിം ഷേപ്പ് തന്നെയാണ്, എന്നാൽ ചെറിയൊരു വ്യത്യാസം അതിൻ്റെ മുകൾ ഭാഗത്താണ്. വുഡൻ ക്വീനിന് മുകൾ ഭാഗം കുറച്ച് കൊഴിഞ്ഞിട്ടാണുള്ളത്, എന്നാൽ ഇത് തിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ സൈസിനൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. പ്ലാസ്റ്റിക്കിലായാലും തടിയിലായാലും രണ്ടിലും എക്സ്ട്രാ ക്വീനുകൾ വരുന്നുണ്ട്. റൂക്കൾ തമ്മിൽ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരേ ഷേപ്പും ഒരേ സൈസും തന്നെയാണ്. വെയിറ്റ് തടിക്കാനാണ് കൂടുതൽ. ബിഷപ്പുകൾക്കും വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇനി നൈറ്റുകൾ നോക്കാം. നൈറ്റുകൾക്ക് ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഈ ഒരു ലൈൻ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. ഫോണുകൾക്ക് വ്യത്യാസമായിട്ട് ഒന്നും തന്നെ ഇല്ല, രണ്ടും ഒരുപോലെ തന്നെയാണ്. വെയിറ്റിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ബോർഡിൽ വെച്ചേക്കാണ്. ഇനി സൈഡിൽ നോക്കുമ്പോൾ സൈസിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ നോക്കാം. സൈഡിൽ നോക്കിയാലും സൈസിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഇതിൽ കളർ മാത്രമേ വ്യത്യാസമായിട്ട് തോന്നുന്നുള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിലായാലും വൈറ്റ് മാത്രമല്ല, ഈ ബ്രൗണിൻ്റെ സെയിം കളർ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബ്രൗൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ളതെല്ലാം മാറ്റിയിട്ട് പ്ലാസ്റ്റിക് പീസുകൾ മാത്രം ബോർഡിൽ സെറ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് പീസുകളാണ് ബോർഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. നമ്മൾ നേരത്തെ വുഡൻ പീസുകൾ സെറ്റ് ചെയ്താൽ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, കളർ മാത്രമേ ചെറിയ വ്യത്യാസം തോന്നുന്നുള്ളൂ. ഈ പ്ലാസ്റ്റിക് സെറ്റിന് പാരാമൗണ്ടിൻ്റെ സൈറ്റിൽ 950 രൂപയാണ് വില. എന്നാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നേരിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ 800 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർ വാങ്ങാൻ ശ്രമിക്കുക. ചെസ് സെറ്റ് എന്ന് പറയുമ്പോൾ തടിയിലെ ബോർഡായിരിക്കില്ല, നമ്മുടെ സാധാരണ പെനിൽ ചെസ് സെറ്റായിരിക്കും. അതായത് നമ്മുടെ സാധാരണ മാറ്റായിരിക്കും. ഇതുപോലെ ബ്രൗൺ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, അല്ലാതെ അതുപോലെ പച്ചയും വെള്ളയും വേണമെങ്കിൽ അതുണ്ട്, അതുമല്ലെങ്കിൽ കറുപ്പും വെള്ളയുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യുക. ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പാരാമൗണ്ടിൻ്റെ ഈ പ്ലാസ്റ്റിക് എഡിഷൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മിഖായൽ താലിൻ്റെ ഗെയിമുകൾ ഉൾപ്പെടെ 10 ഗെയിമുകൾ ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ താൽ ഫാൻസ് നമ്മുടെ ചാനൽ കത്തിക്കാൻ സാധ്യതയുള്ള ഗെയിമുകൾ ഉള്ളതുകൊണ്ട് ഞാനത് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അവർ സജസ്റ്റ് ചെയ്ത കുറച്ച് ഗെയിമുകളെങ്കിലും നമ്മുടെ ചാനലിൽ കാണിക്കാം. ആ ഗെയിമുകളായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.